Hello everyone, my name is Amaldev PJ and I'm an assistant professor of English from Vimla College, Thrissur. I'll begin with two significant concepts. Probably concepts that you have heard of, probably you may not have heard of them. These are two concepts proposed by the famous theoretician Jacques Derrida, the concepts of the engineer and the bricklayer. So, who actually is an engineer? ആരാണ് ഒരു എൻജിനീയർ? യു മസ്റ്റ് ഹവ് സീൻ എൻജിനീയേഴ്സ്. വാട്ട് ഡു ദേ ഡു? എന്താണ് എൻജിനീയേഴ്സ് സാധാരണ ചെയ്യുന്നത്? ദേ ബിൽഡ് തിങ്സ്, ദേ കൺസ്ട്രക്ട് തിങ്സ്. പക്ഷേ അവർ വളരെ എളുപ്പത്തിൽ ചുറ്റിനും കിടക്കുന്ന എന്തെങ്കിലും സാധന സാമഗ്രികൾ എടുത്തുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മുൻപിൽ കാണുന്ന ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണോ ചെയ്യുന്നത്? ഇസ് ദാറ്റ് വാട്ട് ദേ ഡു? ഡു ദേ ജസ്റ്റ് പിക്ക് അപ്പ് സംതിങ് lying around and make something? That's not what engineers do, right? They do precise thinking and they rely on very scientific methods, and they rely on precise arithmetic and mathematics and formulas, and then very strategic methods, and then they arrive at a solution, or then they build things. That's how an engineer functions. But is that how we function most of the time? Do we function in the engineer mode most of the time? Actually not. We actually function as bricklayers most of the time. നമ്മൾ പലപ്പോഴും ഒരു ബ്രിക്ക്ലെയറെ പോലെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് നമുക്ക് അധികം പരിചിതമല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് കരുതുക നമ്മുടെ മുൻപിൽ. ഇപ്പം do we actually wait for the precise tools to come to us to resolve that problem? When we are faced by an unprecedented problem, do we actually wait for the precise mathematical solutions and precise tools in order to respond to that situation? What we do is we gather whatever resources are around, and then we make the best of those resources in order to find a solution to that problem. Isn't it that way? So this method is called the bricklayer method. So while the engineer would do very complex calculations and very rational and scientific process in order to reach a solution to a problem, the bricklayer, what he does is he might just make the best of whatever resources are lying around and come up with a solution to that problem. So in the case of many scenarios which we have not witnessed earlier, the bricklayer method is something that we should rely on along with the engineer method. For example, in the COVID-19 scenario, ഒരു കോവിഡ് പോലെയുള്ള ഒരു പാൻഡമിക്കിൻ്റെ മുൻപിൽ നമ്മൾ ഒരുപാട് എൻജിനീയർ മോഡിലുള്ള പ്രവർത്തനങ്ങൾ മെഡിക്കൽ ഫീൽഡിലും അതുപോലെ മറ്റ് പല മേഖലകളിലും കൃത്യമായിട്ടുള്ള എൻജിനീയർഡ് പ്രോസസ്സസ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ കൃത്യമായിട്ടുള്ള എൻജിനീയർഡ് പ്രോസസ്സസ് നടക്കുമ്പോഴും വി നീഡ് ടു ഡു എ ബിറ്റ് ഓഫ് ബ്രിക്കൊളാഷ് ഓൾസോ. നമുക്ക് ഒരുപാട് ബ്രിക്കൊളാഷുകൾ കൂടെ ചെയ്യേണ്ടതായി വരും. ഉദാഹരണത്തിനായി ഇപ്പം ഈ ക്ലാസ്സുകളുടെ കാര്യം തന്നെ എടുക്കാം. വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഇസ് നോട്ട് ഇൻറ്ററപ്റ്റഡ് ബിക്കോസ് ഓഫ് ദ കോവിഡ് പാൻഡമിക്. സോ വാട്ട് ഡു വി ഡു? ഇപ്പം അധ്യാപനം എന്നുള്ളൊരു സംഗതി തുടർന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് നഷ്ടപ്പെടാൻ കഴിയാത്തൊരു സംഗതിയാണ്. അപ്പം അത്തരമൊരു സാഹചര്യത്തിലുള്ള ഒരു ബ്രിക്കൊളാഷാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി തുടർന്നുള്ള എൻ്റെ ക്ലാസ്സുകൾ കുറച്ചെങ്കിലും ഈ ഒരു കോവിഡ് പാൻഡമിക് ഇഷ്യൂ ഒന്ന് റിസോൾവ് ആവുന്ന വരെയെങ്കിലും തുടർന്നുള്ള എൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഞാൻ റിലൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഓൺലൈൻ മെത്തഡുകളായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ഒരു ക്ലാസ് അറ്റ്മോസ്ഫിയർ കിട്ടാനോ അല്ലെങ്കിൽ ക്ലാസ്സിനകത്ത് കിട്ടുന്ന ഒരു ഇൻറ്ററാക്ടിവിറ്റി കിട്ടാനോ ഒന്നും സാധ്യമല്ല എന്ന് എനിക്കറിയാം. ഐ നോ ദറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെയിൻറ്റെയിൻ ഓർ ഹാവ് ദ കൈൻഡ് ഓഫ് ഇൻറ്ററാക്ടിവിറ്റി ദാറ്റ് ഈസ് യൂഷ്വലി ദെയർ ഇൻ എ ക്ലാസ്. യു മൈറ്റ് വാണ്ട് ടു make a bit of noise in the class, and you might want to share certain suggestions or ask me questions, or you might also want to disturb me a bit in the class. All that is not going to happen, but still this is the only way available considering the scenario. നമുക്ക് മുൻപിലുള്ള ഒരു വഴി ഇതായതുകൊണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കും തുടർന്ന് കുറച്ച് നാളത്തേക്കെങ്കിലും അവലംബിക്കുന്നത്. അപ്പം
ഇതിപ്പം ഒരു പബ്ലിക് ഡൊമൈനിലുള്ള ഒരു വീഡിയോ ആണ്, പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട് എൻ്റെ ക്ലാസ്സിലുള്ള ഞാൻ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പഠിക്കുന്ന എൻ്റെ കുട്ടികൾ എല്ലാവരും എൻ്റെ ഈ ഓൺലൈൻ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്, താല്പര്യമുള്ളവർ എല്ലാവരും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം in order to make sure that my students actually do attend my online lectures, I have come up with a solution. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ലെങ്കിലും this is how it is going to be. Along with all my YouTube videos, in the description there would be Google Forms which will be used to make sure that you respond to my lectures. ഞാൻ ഇങ്ങനെ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ ലെക്ചർ വീഡിയോസിനോടൊപ്പവും ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം എൻ്റെ കുട്ടികളെല്ലാവരും ഫില്ല് ചെയ്യേണ്ടതായി വരും. all of my students would have to, all of my class students, all of my college students would have to fill those Google forms. Only the students in my classes have to fill those forms, so that അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്രയൊക്കെയാണ്, എൻ്റെ ക്ലാസ്സുകളിലുള്ള കുട്ടികളുടെ അറ്റൻഡൻസ് ഉറപ്പ് വരുത്തുക, അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രസ് ഒന്ന് അസസ് ചെയ്യാൻ പറ്റുക. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ വാണ്ട് ടു ഡു വിത്ത് ദീസ് ഗൂഗിൾ ഫോംസ്. സോ ആ ഗൂഗിൾ ഫോമിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എത്തരത്തിലായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ഗൂഗിൾ ഫോമിനകത്ത് ആദ്യം തന്നെ ഒരു ക്ലാസ് കോഡ് ചോദിച്ചിട്ടുണ്ടാവും. ആ ക്ലാസ് കോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്യൂട്ടേഴ്സ് അവൈലബിൾ ആക്കും. ഞാൻ നിങ്ങളുടെ ട്യൂട്ടേഴ്സുമായിട്ട് ആ ക്ലാസ് കോഡ് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ട്യൂട്ടേഴ്സ് നിങ്ങൾക്ക് ആ ക്ലാസ് കോഡുകൾ തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട്, ടു മേക്ക് ഷുവർ ദാറ്റ് മൈ സ്റ്റുഡൻസ് ആക്ച്വലി വാച്ച് ദീസ് വീഡിയോസ്, I'll also be revealing a secret code in the middle of the video. ഈ വീഡിയോയുടെ ഇടയിൽ ഞാനൊരു സീക്രട്ട് കോഡ് റിവീൽ ചെയ്യുന്നതായിരിക്കും. ആ കോഡ് കൂടി നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോമിൽ എൻ്റർ ചെയ്യേണ്ടി വരും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ദ വീഡിയോ. ആ സീക്രട്ട് കോഡിന് ശേഷം നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനും അതിനകത്ത് കൊടുക്കേണ്ടതായി വരും. നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID എന്നിങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സും, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ക്ലാസ് ഞാൻ എല്ലാ ബാച്ചുകളെയും പഠിപ്പിക്കുന്നില്ല. ഐ എം നോട്ട് ടീച്ചിങ് ഇൻ ഓൾ ദ ബാച്ചസ്. സോ ഒബ്വിയസ്ലി യുവർ ക്ലാസ് വുഡ് ഹാവ് ടു ബി മെൻഷൻഡ്. അത് മെൻഷൻ ചെയ്യുന്നതിനും ഞാൻ കൃത്യമായിട്ടൊരു ഫോർമാറ്റ് പറഞ്ഞു തരാം. സെമസ്റ്ററും സബ്ജക്റ്റുമാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, സെക്കൻഡ് സെമസ്റ്റർ BA ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്റർ MA ഇംഗ്ലീഷ്. ഇത്തരത്തിലാണ് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ സബ്ജക്റ്റ് ഫുൾ ഫ്രേസസ് ആയിട്ട് വേണം എഴുതാൻ. യു ഹാവ് ടു റൈറ്റ് യുവർ കംപ്ലീറ്റ് സബ്ജക്റ്റ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ENGLISH, ഫങ്ഷണൽ ഇംഗ്ലീഷ്, ഫങ്ഷണൽ സ്പേസ് ഇംഗ്ലീഷ്, അത്തരത്തിൽ കൃത്യമായി എഴുതണം. അതുപോലെ സെമസ്റ്റർ ന്യൂമറിക്കലായിട്ട് എഴുതിയാൽ മതി. യു ക്യാൻ റൈറ്റ് ദ സെമസ്റ്റർ ഇൻ ന്യൂമറൽസ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് സെമസ്റ്റർ 1 ST, second semester 2 ND. That's the way I wanted to write it. ഇതിന് ശേഷം, ഇത്തരത്തിലുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം ഒരു സംഗതി കൂടി ഉണ്ടാവും. either multiple choice questions or a descriptive question. കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനോ അതിനകത്തുണ്ടാവും. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഒരു പ്രോഗ്രസ് ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ ഓർഡർ ടു അസസ് യുവർ പ്രോഗ്രസ്, ഓർ ഇൻ ഓർഡർ ഫോർ മീ ടു ഗെറ്റ് എ പെർസെപ്ഷൻ അബൌട്ട് വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് ഫ്രം ദ lecture, and also to make sure that you are engaged with the lecture. എല്ലാ വീഡിയോയ്ക്ക് ശേഷവും കൃത്യമായിട്ട് നിങ്ങളോട് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ചോദ്യമോ ചോദിച്ചിട്ടുണ്ടാവും. അപ്പം അതിനും നിങ്ങൾ ആ ഗൂഗിൾ ഫോമിൽ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു അസസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി, ആൻഡ് pay attention to all the instructions given by the health department, and don't worry. നമ്മൾ മനുഷ്യർ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് വന്നവരാണ്. ഒരുപാട് അസുഖങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ അതിജീവിച്ച് വന്നിട്ടുള്ളവരാണ്. ഈ ഒരു പ്രതിസന്ധിയും നമ്മൾ അതിജീവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുവരെ താൽക്കാലികമായ ഈ ഒരു ഫേസിൽ, ഇൻ ദിസ് വെരി ടെമ്പററി ഫേസ്, വി വിൽ ഡു എ ബിറ്റ് ഓഫ് ബ്രിക്കൊളാഷ്. നമുക്ക് കുറച്ച് ബ്രിക്കൊളാഷ് ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സുകൾ വഴിയും അല്ലെങ്കിൽ ഓൺലൈൻ മെത്തേഡ്സ് വഴിയും നമ്മുടെ സാധാരണ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്
ചെയ്യാനായിട്ട് ശ്രമിക്കാം. I know that you will be missing your friends and holding the hands of your friends or hugging your friends or seeing their faces completely. ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവുമെന്ന് അറിയാം. പേടിക്കേണ്ട. നമ്മൾ മുഖം പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കണ്ണുകൾ കൊണ്ട് നന്നായി സംവദിക്കാൻ പഠിക്കും. നമുക്ക് മറ്റുള്ളവരെ തൊടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ തൊടാനായിട്ട് നമ്മൾ പഠിക്കും. കുറച്ച് നാളത്തേക്കെങ്കിലും ഇത്തരത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ആരും ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. I strongly believe that mankind has that kind of resilience to resolve any kind of problem that arises before it. മനുഷ്യരാശിക്ക് മുമ്പിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും വളരെ ക്രിയേറ്റീവായിട്ട് ഇൻജീനിയസ് ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ നേരിട്ടിട്ടുണ്ട്. അതുപോലെ ഈ കോവിഡ് പാൻഡമിക്കിനെയും നേരിടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തൽക്കാലം നമുക്ക് കുറച്ച് ബ്രിക്കോളാഷ് ചെയ്യാം. സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.